കേന്ദ്ര ബജറ്റ്, ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച പ്രഖ്യാപനം, ലോകമെങ്ങുമുള്ള വിപണികളിൽ ടെക്നോളജി സ്റ്റോക്കുകളുടെ വിലയിലുണ്ടായ തകർച്ച, അങ്ങനെ വളരെ സംഭവ ബഹുലമായിരുന്നു കടന്നുപോയ ആഴ്ച. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ വിപണിയുടെ പ്രകടനം എങ്ങനെയായിരിക്കും എന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട്. ഫോക്കസ് ഓൺ ഫൈനാൻസ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഫെബ്രുവരി 9 മുതൽ 13 വരെയുള്ള വ്യാപാര ദിനങ്ങളിൽ വിപണിയുടെ പ്രകടനം എങ്ങനെയായിരിക്കും എന്ന റിവ്യൂ ആണ്. ബജറ്റ് അവതരണ ദിവസം വളരെ പ്രതീക്ഷയാണ് ഓഹരി നിക്ഷേപകർ ഉണ്ടായിരുന്നത്. വിപണി സൗഹൃദമായ പല തീരുമാനങ്ങളും, പ്രത്യേകിച്ചും സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിക്കും എന്ന പ്രതീക്ഷയോടെയാണ് നിക്ഷേപകർ കാത്തിരുന്നത്. എന്നാൽ നിക്ഷേപകരെ വളരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു ബജറ്റ് നിർദ്ദേശങ്ങൾ. അതിന്റെ ഫലമായി ബജറ്റ് അവതരണ ദിവസം ഓഹരി വിപണിയിലുണ്ടായ ഇടിവ് ഏതാണ്ട് 2% ഒരു ബജറ്റ് അവതരണ ദിവസവും ശതമാനക്കണക്കിൽ ഇത്രയേറെ ഇടിവ് മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന് പറയാം. എന്തായാലും 6 വർഷത്തിനിടയിൽ ഇത്ര വലിയ ഇടിവ് ഉണ്ടായിട്ടില്ല. എന്നാൽ വളരെ വൈകാതെ തന്നെ ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച് ധാരണയായെന്ന പ്രഖ്യാപനം പ്രസിഡന്റ് ട്രംപിൽ നിന്നുണ്ടായി. ഇത് വിപണിക്ക് വലിയ തോതിലുള്ള ഉത്സാഹമാണ് സമ്മാനിച്ചത്. അതേ തുടർന്ന് സെൻസെക്സിലും നിഫ്റ്റിയിലും ഉണ്ടായ ഉയർച്ച എന്ന് പറയുന്നത് ഏതാണ്ട് 2.5%. അങ്ങനെ 2% ഇടിവിന് 2.5% ഉയർച്ചയ്ക്കും സാക്ഷ്യം വഹിച്ച ആഴ്ചയാണ് കടന്നുപോയത്. വ്യാപാര കരാർ സംബന്ധിച്ച് ധാരണയായി എന്ന് പറയുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും വിശദാംശങ്ങൾ അറിവായിട്ടില്ല. പലതരത്തിലുമുള്ള ചർച്ചകൾ നടക്കുന്നതേ ഉള്ളതാണ്. എങ്കിലും വിപണിയെ സംബന്ധിച്ചിടത്തോളം ധാരണയായി എന്ന പ്രഖ്യാപനം തന്നെ മുന്നേറ്റത്തിന് ആവശ്യത്തിൽ ഏറെ സഹായകമായെന്നാണ് യാഥാർത്ഥ്യം. ആ ഉത്സാഹ തിമർപ്പിൽ സെൻസെക്സിൽ ഉണ്ടായ വർധന 2072 പോയിന്റാണ്. നിഫ്റ്റി 639 പോയിന്റ് ഉയർന്നു. ഓഹരി വിപണിയിൽ മാത്രമല്ല അതിന്റെ പ്രതിഫലനം കണ്ടത്. വിദേശ നാണ്യ വിപണിയിൽ US ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യം കുതിച്ചുയരുന്നത് കണ്ടു. 90 രൂപ 11 പൈസ നിലവാരത്തിലേക്കാണ് മൂല്യം ഉയർന്നത്. ഡിസംബർ 2018 ശേഷം ആദ്യമായാണ് ഏതെങ്കിലും ഒരു ദിവസം രൂപയുടെ മൂല്യത്തിൽ ഒറ്റയടിക്ക് ഇത്ര വലിയ വർധന ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ കരാർ സാധ്യമായിട്ടില്ല. കരാർ സംബന്ധിച്ച ധാരണ മാത്രമേ ആയിട്ടുള്ളൂ. കരാർ ഒപ്പുവയ്ക്കാൻ ഇനിയും ഏതാനും ദിവസങ്ങൾ എടുക്കും. അതായത് മാർച്ച് പകുതിയോടെ മാത്രമേ കരാർ ഒപ്പുവയ്ക്കൂ എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ തന്നെ വക്താക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ട്രേഡ് ഡീൽ സംബന്ധിച്ച ആ ഉത്സാഹം പെട്ടെന്ന് കെട്ടടങ്ങി. അതിനൊരു പ്രധാന കാരണം ഇത് കരാർ മാർച്ച് മാസത്തിൽ ഉണ്ടാവും എന്ന തിരിച്ചറിവാണ്. ഇതിനു പുറമെ ടെക്നോളജി സ്റ്റോക്കുകളുടെ വിലയിൽ ലോകമെങ്ങുണ്ടായ വില തകർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇന്ത്യൻ വിപണിക്ക് കഴിഞ്ഞിരുന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ലോകമെങ്ങുമുള്ള വിപണികളിൽ ടെക്നോളജി സ്റ്റോക്കുകളിൽ ഇത്ര വലിയ ഇടിവുണ്ടായതെന്ന് നോക്കുക. AI സ്റ്റാർട്ടപ്പായ ആന്ത്രോപിക്ക് ഏതാനും പ്ലഗിൻ ടൂളുകൾ അവതരിപ്പിച്ചതാണ് കാരണം. ഈ പ്ലഗിൻ ടൂളുകൾ സോഫ്റ്റ്വെയർ രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് വഴിതെളിക്കുമെന്നും എന്റർപ്രൈസ് ഓട്ടോമേഷൻ രംഗത്ത് വലിയ വിപ്ലവമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും മറ്റുമുള്ള ആ ഒരു പ്രചാരണമാണ് ടെക്നോളജി സ്റ്റോക്കുകളുടെ തകർച്ചയ്ക്ക് കാരണമായത്. വിപണിയുടെ പരിഭ്രാന്തി വളരെ ഭീമമായിരുന്നു. അതിന്റെ ആഴം പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു സാസ്പെക്കാലിപ്സ് എന്ന വിശേഷണം തന്നെ. സാസ്പെക്കാലിപ്സ് എന്നാൽ സോഫ്റ്റ്വെയർ രംഗത്തെ കമ്പനികളുടെ സർവതോമുഖമായ നാശം എന്നാണ് വിവക്ഷിക്കപ്പെട്ടത്. എന്തായാലും പിന്നീട് ഇത് സംബന്ധിച്ച് ഭിന്നാഭിപ്രായങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരം പ്ലഗിൻ ടൂളുകൾ വന്നാലും സോഫ്റ്റ്വെയർ രംഗമൊന്നും തകരാൻ പോകുന്നില്ലെന്നും കൂടുതൽ അവസരങ്ങൾക്ക് അത് വഴി തുറക്കുമെന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പലിശ നിർണയ സമിതി യോഗം ചേർന്നിരുന്നു. ഈ സാമ്പത്തിക വർഷത്തെ അവസാന യോഗമായിരുന്നു അത്. നിരക്കുകളിൽ ഒരു മാറ്റവും വരുത്തേണ്ടതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനം. അതായത് നിലവിലെ റിപ്പോ നിരക്കായ 5.5% തുടരാനാണ് തീരുമാനം. ഇതിനുള്ള കാരണമായി റിസർവ് ബാങ്ക് ചൂണ്ടിക്കാട്ടിയത് ബജറ്റ് നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യ US വ്യാപാര കരാറും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ തോതിൽ ഉത്തേജനം നൽകും എന്നതായിരുന്നു. ഈ കാഴ്ചപ്പാട് ശരിവയ്ക്കുന്ന തരത്തിലാണ് ബാങ്ക് ഓഫ് അമേരിക്കയുടെ ഗ്ലോബൽ റിസർച്ച് റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. ബാങ്ക് ഓഫ് അമേരിക്കയുടെ ഗ്ലോബൽ
റിസർച്ച് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ US വ്യാപാര കരാർ ഇന്ത്യക്ക് സാമ്പത്തികമായി വളരെ നേട്ടമുണ്ടാക്കുമെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പലിശ നിരക്കുകൾ സ്റ്റഡിയായി തുടരാൻ അവസരം നൽകുമെന്നുമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി വിപണിയുടെ വരും ദിവസങ്ങളിലെ സാധ്യതകൾ പരിശോധിക്കാം. 12-ന് CPI ഇൻഫ്ലേഷൻ, അതായത് ഉപഭോക്തൃ വില സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പത്തിന്റെ നിരക്ക് പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ നിരക്ക് ഇപ്പോൾ വളരെ താഴ്ന്ന തലത്തിലാണ് എങ്കിലും അതിൽ ചെറിയ ഉയർച്ച ഉണ്ടായിരിക്കുമെന്നാണ് പൊതുവെ നിരീക്ഷകർ കരുതുന്നത്. കൂടുതൽ കമ്പനികൾ, അതായത് വളരെയേറെ കമ്പനികൾ വരും ദിവസങ്ങളിൽ പ്രവർത്തന ഫലം പ്രഖ്യാപിക്കുന്നുണ്ട്. 2025 ഡിസംബർ 31-ന് അവസാനിച്ച 3 മാസത്തെ പ്രവർത്തന ഫലങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ പല മേഖലകളിൽ നിന്നുള്ള, അതായത് പല വ്യവസായ മേഖലകളിൽ നിന്നുള്ള കമ്പനികളുണ്ട്. ഇവയുടെയൊക്കെ പ്രവർത്തന ഫലം വിപണിയിൽ ഓഹരി വിലകളെ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്. പല പ്രവർത്തന ഫലങ്ങളും ഓഹരി വിലകളിൽ പോസിറ്റീവായ സ്വാധീനമാണ് ചെലുത്തുക. ചിലതിന്റെ ഫലം ഒരുപക്ഷെ നെഗറ്റീവായിരിക്കാം. എന്തായാലും വിപണിയിലെ ആകമാന അന്തരീക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രതീക്ഷയുടേതാണ്. ആ പ്രതീക്ഷ നിലനിൽക്കുന്നിടത്തോളം കാലം വിപണിയിൽ നിന്ന് മുന്നേറ്റത്തിനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് രൂപയുടെ മൂല്യ വർധനയും അതുപോലെ തന്നെ താരിഫിലെ ഇളവും ഒക്കെ തന്നെ കൂടുതൽ വിദേശ ധനസ്ഥാപനങ്ങളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ വിപണിയിൽ നിന്ന് വിട്ടുപോയ വിദേശ ധനസ്ഥാപനങ്ങൾ കൂടുതൽ സജീവമായി തിരിച്ചെത്തുമെന്ന് തന്നെയാണ് വിപണിയിൽ പല നിക്ഷേപകർക്കുമുള്ള പ്രതീക്ഷ. ഇനി വില സൂചികകളുടെ സാധ്യതകൾ പരിശോധിക്കാം. കഴിഞ്ഞ വാരാന്ത്യത്തിൽ സെൻസെക്സ് അവസാനിച്ചത് 83,580.40 നിലവാരത്തിലാണ്. നിഫ്റ്റിയുടെ ക്ലോസിംഗ് നിരക്ക് 25,693.70. നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തത് 60,120.55 നിലവാരത്തിലാണ്. ഈ പശ്ചാത്തലത്തിൽ നിഫ്റ്റിക്ക് വരും ദിവസങ്ങളിൽ ലഭിക്കാവുന്ന പിന്തുണ എന്ന് പറയുന്നത് ഏതാണ്ട് 25,350-നും 25,400 പോയിന്റിനും ഇടയിലായിരിക്കുമെന്ന് കരുതുന്നു. അതേസമയം വിപണിയിൽ മുന്നേറ്റമാണ് ഉണ്ടാകുന്നതെങ്കിൽ പ്രതിരോധം ഉണ്ടാകാൻ ഇടയുള്ള നിലവാരം എന്ന് പറയുന്നത് 25,750-നും 25,850-നും ഇടയിലായിരിക്കും. ഈ നിലവാരം സുവ്യക്തമായി ഭേദിക്കാൻ കഴിയുകയും അത് ഏതാനും ദിവസം എങ്കിലും തുടരുകയും ചെയ്താൽ സ്വാഭാവികമായും 26,000 എന്ന മാന്ത്രിക സംഖ്യ മറികടക്കാൻ നിഫ്റ്റിക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി പ്രവർത്തന ഫലം പ്രഖ്യാപിക്കുന്ന കമ്പനികൾ ഏതൊക്കെയെന്ന് നോക്കാം. 9-ന് അപ്പോളോ മൈക്രോ സിസ്റ്റംസ്, ബാറ്റ ഇന്ത്യ, ഗ്ലാക്സോ, ജ്യോതി ലാബ്സ്, KPR മിൽ, മുത്തൂറ്റ് മൈക്രോഫിൻ, ഫൈസർ, ട്രൈഡൻ എന്നിവർ പ്രവർത്തന ഫലം പ്രഖ്യാപിക്കും. 10-ന് അപ്പോളോ ഹോസ്പിറ്റൽസ്, ബ്രിട്ടാനിയ, ചാമ്പൽ ഫെർട്ടിലൈസേഴ്സ്, കർണാടക ബാങ്ക്, ടൈറ്റൻ എന്നിവയുടെ ഫലം അറിയും. ഡിവിസ് ലാബ്, LG എക്വിപ്മെന്റ്സ്, പതഞ്ജലി ഫുഡ്സ് എന്നിവയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 11-ന് യോഗം ചേരുന്നുണ്ട്. പ്രവർത്തന ഫലം വിലയിരുത്താനാണ് യോഗം. 12-ന് ബയോകോൺ, കോൾ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഹിൻഡൽകോ, ഹിന്ദുസ്ഥാൻ യൂണിലീവർ, IRCTC, ലൂപ്പിൻ, മുത്തൂറ്റ് ഫൈനാൻസ്, ONGC, പെട്രോനെറ്റ്, വെൽസ്പൺ ലിവിംഗ് എന്നിവയുടെ പ്രവർത്തന ഫലം പുറത്തുവരും. 13-ന് NCL ഇൻഡസ്ട്രീസ് പ്രവർത്തന ഫലം പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി ഇടക്കാല ലാഭവീതം നൽകുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ വിതരണം സംബന്ധിച്ച് ഏതാനും കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് തീയതികൾ ഏതൊക്കെയെന്ന് നോക്കാം. 9-ന് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് BDL, അതുപോലെ തന്നെ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ റെക്കോർഡ് തീയതിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10-ന് അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡ്, PTF എന്റർപ്രൈസസ് എന്നിവ റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നു. കമ്മിൻസ് ഇന്ത്യ 11-നും ഗേറ്റ്വേ ഡിസ്നി പാർക്സ് 12-നുമാണ് റെക്കോർഡ് തീയതിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 13-ന് MRF ലിമിറ്റഡ്, NMDC ലിമിറ്റഡ് എന്നിവ ഇടക്കാല ലാഭവിഹിത വിതരണം സംബന്ധിച്ച റെക്കോർഡ് തീയതിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു.